ബ്രോയ്ക്ക് കുറെ പേരായി പറയണേ ഈ പല്ല് ക്ലീൻ ചെയ്യുക ഇനാമല് പോകുന്നൊക്കെ ഇത് ഉള്ളത് തന്നെയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ നിലം തുടച്ചു എന്ന് വിചാരിക്കാം. നമ്മുടെ ടൈൽസ് തേഞ്ഞു പോകും നിലം തുടച്ചു കഴിഞ്ഞാൽ? ഇല്ലല്ലോ. ഒരു 10 വർഷം തുടച്ചു കഴിഞ്ഞാൽ തേഞ്ഞു പോകും. മങ്ങലൊക്കെ. അതെന്തുകൊണ്ടാണ് മങ്ങൽ വരുന്നത്? അതിന്റെ മുകളിലത്തെ കോട്ടിങ് പോകുന്നതുകൊണ്ട് തന്നെയാണ്, അല്ലെ? എല്ലാ സാധനങ്ങളും പഴുതാവും. നമ്മുടെ പല്ലും പഴുതാവും, നമ്മളെ ശരീരം പഴുതാവും, എല്ലാം പഴുതാവും. എന്തുകൊണ്ടാണ് പല്ല് ഒരുപാട് അമർത്തി തേക്കരുതെന്ന് പറയുന്നത്? അത് തേഞ്ഞു പോകുന്നതുകൊണ്ടാണ്, അല്ലെ? അതേപോലെ ഡെഫിനറ്റ് ആയിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് സ്കെയിലിംഗ് ചെയ്താലും, അതായത് അൾട്രാസോണിക് സ്കെയിലിംഗ് ചെയ്ത് കഴിഞ്ഞാലും ചെറിയ എമൗണ്ട് ഓഫ് ഇനാമൽ ലോസ് വരും. ബട്ട് അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാനോ ഒന്നും ഫീൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. ബട്ട് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും, ഗ്യാപ്പ് വരും, ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാപ്പ് വരും, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ പല്ല് പൊട്ടിപ്പോണ പോലെ തോന്നും. അത് ആക്ച്വലി ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള ഇനാമൽ ലോസ് എന്നല്ല, അത് ഇത്തള് പിടിച്ച അഴുക്കുകൾ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം സ്കെയിൽ ചെയ്യാനൊക്കെ പറയുന്നത്. ബട്ട് അത് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിലുള്ള അണുക്കളും എല്ലാം കൂടിയിരുന്ന് കേടുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പല്ലിന് അതിനെ കാട്ടിയും ഭയങ്കര വലിയ നഷ്ടം സംഭവിക്കും.